മണിപ്പൂരിലെ പ്രശ്നം എങ്ങനെയാണ് ഉണ്ടായത്? അവിടെ കാലാകാലങ്ങളിലായിട്ട് മെയ്തി വിഭാഗവും കുക്കി വിഭാഗവും രണ്ട് ഷെഡ്യൂൾ ട്രൈബ് വിഭാഗമാണ്. അവർ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് ബ്രിട്ടീഷ് കാലം മുതൽ തന്നെ. അവിടുത്തെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് മുരളീധർ എന്ന് പറഞ്ഞൊരു ജഡ്ജി നിയമവിരുദ്ധമായി ഹൈക്കോടതിക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അധികാരമില്ലാത്തൊരു കാര്യം സംസ്ഥാന ഗവൺമെൻറ് ചെയ്യണം, മെയ്ത്തികളെ പിന്നെ ഇത് ഷെഡ്യൂൾ ട്രൈബ് പ്രഖ്യാപിക്കണം എന്നൊരു വിധി പ്രസ്താവിച്ചു. സ്വാഭാവികമായും ആ വിധി തെറ്റാണ്. കാരണം ഭരണഘടന പ്രകാരം രാഷ്ട്രപതിക്ക് മാത്രമേ ഒരു സമുദായത്തെ അങ്ങനെ, ഇത് ബാലപാഠമാണ്. ആ അബദ്ധത്തിൽ നിന്നുണ്ടായ ബഹളം മെയ്ത്തികൾക്കെതിരായി കുക്കികൾ നീങ്ങി. ഇവിടെ വർഗീയ കലാപം വരുന്നത്. രണ്ട് പാരമ്പര്യമായ ശത്രുതയിലുള്ള ഷെഡ്യൂൾഡ് ട്രൈബ് പട്ടികവർഗങ്ങൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായപ്പോൾ ക്രിസ്ത്യൻ പാതിരിമാർക്ക് എന്താണ് സാർ അതിൽ പങ്കുണ്ടാക്കുന്നത്? നമ്മുടെ മാർക്സിസ്റ്റുകാരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ്. അവരുടെ കപട മതേതരത്വത്തിൻ്റെ ഭാഗമായി ക്രിസ്ത്യൻ പാതിരിമാർക്കില്ലാത്ത ദുഃഖം സജി ചെറിയാനും മനസ്സിൽ വന്നു മണിപ്പൂരിനെ പറ്റി. കാരണം രണ്ട് ഗോത്രവർഗങ്ങൾ തമ്മിൽ തല്ലിയപ്പോൾ അത് ഹിന്ദു ക്രിസ്ത്യൻ ആവാത്തതിലുള്ള ദുഃഖം അവർ പ്രകടിപ്പിക്കുകയാണ്. അത് പോലീസ് റിപ്പോർട്ടിലും ആർമി റിപ്പോർട്ടിലും ആഭ്യന്തരമന്ത്രിയുടെ റിപ്പോർട്ടിലും ഒക്കെ പ്രകടമാക്കിയിട്ടുണ്ട്. അവിടെ വർഗീയ കലാപം നടന്നിട്ടേ ഇല്ല, നടന്നത് വംശീയ കലാപമാണ്. ഇതിൽ ദുഃഖമുള്ള മാർക്സിസ്റ്റുകാർ ഇപ്പോഴും ആവർത്തിച്ച് മണിപ്പൂരിനെ പറ്റി പ്രധാനമന്ത്രിയോട് നമ്മുടെ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠന്മാർ എന്താണ് പറയേണ്ടത്? കുക്കികളും മൈത്തികളും തമ്മിലുണ്ടായ സ്പർദ്ധ ശരിയല്ല എന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ മതേതരത്വം സംരക്ഷിക്കപ്പെടും. എന്തുമാത്രം ബാലിശമായ കാര്യങ്ങളാണ് നമ്മുടെ മാർക്സിസ്റ്റ് സുഹൃത്തുക്കൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ അവർക്ക് കഴിവില്ല എന്നിട്ടല്ല, കണ്ണടച്ചിരിട്ടാക്കണം. കാരണം നിസ്സാര രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഭൂരിപക്ഷ സമുദായത്തിനെതിരായി ന്യൂനപക്ഷങ്ങളിൽ ഭീതി പലർത്തി അവരുടെ വോട്ട് നേടുക എന്ന നീചമായ ലക്ഷ്യം ഇപ്പോഴും അവർ പിന്തുടരുകയാണ്. കാരണം കാലിൻ്റെ മണ്ണൊലിച്ച് കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രസ്താവനകളെടുത്താലും ഒക്കെ അറിയാം. ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരുടെ പ്രസ്താവന. അവരുടെ വോട്ട് സുസ്ഥിരമാക്കാനാണ്. അത് ഗതികേടിൻ്റെ ലക്ഷണമാണ്. കാരണം ഇപ്പം പിന്തുണയുള്ള സമുദായങ്ങളൊക്കെ ഇപ്പം ക്രിസ്ത്യാനികളടക്കം ആ പിന്തുണ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മണിപ്പൂർ കുറേ കാലം CAA എന്ന് പറഞ്ഞു നടന്നു. ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നു. ഭരണഘടനയിൽ 8ാം അനുച്ഛേദമുള്ളോടത്തോളം കാലം ഇന്ത്യ രാജ്യത്തെ പൗരന്മാരായ ഒരാളുടെ പൗരത്വം കളയാൻ പറ്റില്ല എന്ന് ഭരണഘടന വായിക്കാത്ത ആളുകൾക്ക് പോലും പറയും. എന്നിട്ടും പ്രചരണം നടന്നു. അയ്യോ ഞങ്ങളുടെ പൗരത്വം, അതിൻ്റെ പേരിൽ കുറേ പ്രക്ഷോഭം നോക്കി പതിവ് പോലെ പരാജയപ്പെട്ടു. ഇതും പതിവ് പോലെ പരാജയപ്പെടും. ഇവിടെ ഭൂരിപക്ഷ സമുദായങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങളെ പ്രലോഭിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവരെ ശത്രുക്കളാക്കി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള നീചമായ പരിശ്രമം ഇനി നടക്കാൻ പോകുന്നില്ല. ഉത്തർപ്രദേശിലെ മുസ്ലിം സ്ത്രീകൾ വരെ ഈ കാപട്യം മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റെല്ലാ സംസ്ഥാനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഭിന്നിച്ച് ഭരിപ്പിക്കുക എന്ന തന്ത്രം ബ്രിട്ടീഷുകാർ പ്രയോഗിച്ചത് നമ്മുടെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം ഇപ്പം കച്ചി തുരുമ്പ് പോലെ, വൈക്കോൽ തുരുമ്പ് പോലെ അതിൽ പിടിച്ചിരിക്കുന്നത് പരാജയത്തിൻ്റെ പടുകുഴിയിൽ അവരെ എത്തിക്കുകയുള്ളൂ. ഒരിക്കലും നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരോ ബഹുമാന്യരായ വൈദികരോ ഇതിൽ പോയി വീഴാൻ പോകുന്നില്ല. അവർക്കറിയാം അവരുടെ താല്പര്യങ്ങൾ ആരാ സംരക്ഷിക്കുക, അവരവരുടെ മതപരമായ കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിട്ടൂരം വേണം എന്ന നിബന്ധന വാസ്തവത്തിൽ ചിരിക്കാൻ തോന്നി. നമ്മുടെ പാതിരിമാർ പ്രധാനമന്ത്രിയുടെ വിരുന്നുണ്ടുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് കേരളത്തിലെ സജി ചെറിയാനെ പോലുള്ള നേതാക്കന്മാരാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഈ പാതിരിമാർക്ക് സജി ചെറിയാൻ്റെ ഉപദേശം ആവശ്യമുണ്ടോ?
കാലാകാലങ്ങളെ ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു സമുദായമാണ് ക്രിസ്ത്യാനികൾ. ലോകത്ത് ഒരുപാട് സ്ഥലത്ത് അവർ മത്സരങ്ങളും യുദ്ധങ്ങളും നേരിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ ഉപദേശം കൊണ്ടാണോ അവരത് വിജയം പ്രാപിച്ചത്? അപ്പം അത് ബാലിശമായ ചിന്തയാണ്. തങ്ങളുടെ നിലവാരത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ അളക്കുന്ന പ്രവണത വളരെ നീചമാണ്, പരിഹാസ്യമാണ്, ചിരിക്കാനാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വിഡ്ഢിത്തരം മനസ്സിലാക്കി ഇത്തരം പ്രസ്താവനയിൽ നിന്ന് നമ്മുടെ സഖാക്കൾ പിന്തിരിയണം.